ഹലോ അസ്സലാമു അലൈക്കും. എടാ, അറബിക്കിൻ്റെ +1 മോഡൽ എക്സാമിന് എന്തായാലും വരാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പാരഗ്രാഫ് തരും. ഇതിൽ നമ്മുടെ ഇസ്മ്, ഫേല്, ഹർഫ് സെപ്പറേറ്റ് ചെയ്യേണ്ടി പറയും. സംഭവം നമുക്ക് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാരഗ്രാഫ് നല്ലോണം വായിച്ചിട്ട് ഓരോ വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ഇസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നൗണാണ്. വെച്ച് കഴിഞ്ഞാൽ പേരുകളാണ് ഇവിടെ വരിക, പിന്നെ ഇസ്മിൽ വരിക. ഓക്കെ, നൗൺസ്. ഓക്കെ, അതേപോലെ തന്നെ ഫിഅൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെർബുകൾ, പ്രവർത്തികളായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരാം. അതേപോലെ തന്നെ ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനൊക്കെ മീനിങ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇസ്മുകൾ മുഴുവൻ ഇതിൽ എഴുതണം, വെർബുകളായി വരുന്നൊക്കെ ഇതിൽ എഴുതണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മീനിങ് മനസ്സിലാക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇസ്മുകളെ തിരിച്ചറിയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിതിങ്ങനെ വായിച്ച് നോക്കുന്ന സമയത്ത് ആരുടെയെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ അല്ലേ, ഒന്നാമത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഒന്നാമത്തത് പേരുകളുണ്ടെന്ന് നോക്കാം. പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പേരുകളുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഴുതാം. അപ്പോൾ ഇതിൽ ബാബു ഉണ്ടോ, ഇങ്ങനത്തെ പേരുകൾ നല്ലോണം നോക്കുക. ആ പേരുകളുള്ളത് എന്തായിരിക്കും, ഇസ്മായിരിക്കും. രണ്ടാമത്തത് നമുക്ക് എന്ത് ചെയ്യാൻ തരടാ, രണ്ടാമത്തത് നമുക്കതിൽ ഈ തായിൽ അവസാനിക്കണ വാക്കുണ്ടോ നോക്കാം. ഹാ താ, ഈ തായിൽ അവസാനിക്കണ വാക്കുകൾ മുഴുവനും നിർബന്ധമായിട്ട് എന്തായിരിക്കും, ഇസ്മുകളായിരിക്കും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മദ്രസത്തിന്, സാനവിയത്തിന്, ആലിയത്ത്, ഒക്കെ ശരിക്കത്ത്, ഇങ്ങനത്തെ കുറേ വാക്കുകൾ ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ എഴുതാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, മൂന്നാമത്തെ പോയിന്റ് നമുക്ക് അല്ലിൽ തുടങ്ങുന്ന വാക്കുകൾ നോക്കാം. അലിഫ്ലാമ്, അൽ വെച്ച് തുടങ്ങുന്ന വാക്ക്, അല്ലെന്ന് വെച്ച് തുടങ്ങുന്ന വാക്കുകൾ ഉറപ്പാണ് എന്താണ്, അത് മുഴുവൻ ഇസ്മാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നോക്കുന്ന സമയത്ത് അൽ ഫുർസത്ത് ഉണ്ടോ, ഇങ്ങനെ അല്ല് വെച്ച് തുടങ്ങുന്ന വാക്കുണ്ടാവും. അപ്പം ഇത് ഇത്ര എഴുതുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ ഏറെക്കുറെ ഇസ്മുകൾ മുഴുവനും കിട്ടും. ഇനിയോ അതേപോലെ നാലാമത്തെ മറ്റൊരു കാര്യം ഉണ്ടെങ്കിൽ, ഇതിൽ ഫത്തവും കസറോ ലൊമ്മ കൊടുത്തിക്കണമെങ്കിൽ നല്ല സുഖമാണ്. നമുക്ക് എന്ത് ചെയ്യുക, 2 ഫത്തഹോ 2 കസറോ 2 ലൊമ്മ വരുന്നത് കൊടുത്തിക്കണമെങ്കിൽ, ഹർക്കത്ത് കൊടുത്തിക്കണമെങ്കിൽ, ചിലപ്പോൾ കൊടുക്കാതെ കൊടുക്കും. അങ്ങനെയുള്ള വാക്കുകൾ മുഴുവൻ എന്തായിരിക്കും, ഇസ്മുകളായിരിക്കും. പിന്നെ അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചില വാക്കിൻ്റെ കൂടെ ഹു, അതല്ലെങ്കിൽ ഹ, അതല്ലെങ്കിൽ ക, അല്ലെങ്കിൽ കും എന്നൊക്കെ പറയുന്ന അല്ലേ ലൊമീറുകൾ ഉണ്ടാവും. ലൊമീറുൽ മുൻഫസിൽ ഉണ്ടാവും. ഈ ലൊമീറുകൾ വരുന്ന വാക്കുകൾ ഒക്കെ എന്തായിരിക്കും, ഇസ്മായിരിക്കും. ഇങ്ങനെ അതായത് ദിറാസത്തിക്ക ഉണ്ടാവും. അതേപോലെ വാലിദ് ഹു, ഓക്കെ, ഇങ്ങനത്തെ വാക്കുകൾ, ബൈത്തിഹി ഉണ്ടാവും. ഇങ്ങനത്തെ വാക്കുകൾ മുഴുവൻ എന്തായിരിക്കും, ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇസ്മ കണ്ടെത്താൻ പറ്റും. പിന്നെ നിങ്ങൾ വെച്ച എളുപ്പത്തിൽ അപ്പോൾ ഇസ്മുകൾ കണ്ടെത്തിയ വാക്കുകൾ മുഴുവൻ നമ്മൾ വെട്ടി ഒഴിവാക്കുക. അപ്പോൾ കുറേ വാക്കുകൾ 70, അതിലൊരു 60-70% വാക്കുകൾ കഴിയും. ഇത് നമ്മൾ നേരെ ഹർഫിലേക്ക് പോവാം. ഹർഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫി, അതേപോലെ തന്നെ മിൻ, ഇങ്ങനത്തെ വാക്കുകൾ ഉണ്ടാവും അതിൽ അല്ലേ. ഫി, മിൻ ഒക്കെ പോലെ ഫി, അതേപോലെ തന്നെ മിന്ന്, അതല്ലെങ്കിൽ ഇല, അതല്ലെങ്കിൽ അല, അതല്ലെങ്കിൽ ബി, ലി, അൻ, ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകളില്ലേ. ഈ വാക്കുകൾ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഹർഫാണ്. സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല, എന്നാൽ വേറെ ഒന്നിൻ്റെ കൂടെ കൂടുമ്പോൾ അർത്ഥം ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഈ വാക്കുകൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹർഫിൽ എഴുതുക. പിന്നെ വളരെ കുറച്ച് വാക്കുകൾ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ. ആദ്യം ഇസ്മുകൾ എഴുതുക, എഴുതുന്ന വാക്ക് മുഴുവൻ വെട്ടി ഒഴിവാക്കായിരുന്നു. ഹർഫ് നമ്മൾ എഴുതുക, ഹർഫ് ഒഴിവാക്കുക. കുറച്ച് വാക്ക് പിന്നെ അതിലുണ്ടാവും. വളരെ ഒരു 20% വാക്കല്ല, ബാക്കി 80% വാക്ക് ഫില്ലായിട്ടുണ്ടാവും. ഈ വാക്കുകൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ നോക്കുമ്പോൾ ഫഅല രൂപത്തിൽ വരുന്ന വാക്കുകൾ നോക്കുമ്പോൾ അതിൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫഅല രൂപത്തിൽ വരുന്ന വാക്കുണ്ടോ നോക്കുക. ഫഅല, കത്തബ, ജലസ പോലത്തെ വാക്കുണ്ടോ നോക്കുക. അതേപോലെ തന്നെ അല്ലെങ്കിൽ യഫ്അൽ രൂപത്തിലുള്ള വാക്കുണ്ടോ നോക്കുക. യഫ്അലു, യക്തുബു, യദ്റുസു ഉണ്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് യദ്റുസു ഇവിടെ ഉണ്ട് അല്ലേ, യഅമലു ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ വാക്കുണ്ടോ നോക്കാം. ഇനി അതേപോലെ തന്നെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനുള്ള വാക്കുണ്ടോ നോക്കുക. അവസാനത്തെ അക്ഷരം സുക്കൂനുള്ള വാക്കുണ്ടോ നോക്കുക. സുക്കൂനുള്ള വാക്കുകൾ ആ നിർബന്ധമായിട്ട് ആ വാക്ക് എന്തായിരിക്കും, വെർബായിരിക്കും കേട്ടോ. ഫഅലായിരിക്കും, ലാ തക്സൽ, ഈ വാക്കുകളൊക്കെ അവസാന സുക്കൂൺ എന്തായിരിക്കും, ആ വാക്കുകൾ മുഴുവനും പിന്നെ ഫഅലായിരിക്കും. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. ഇനി വേറെ ഒന്നും കൂടി ഉണ്ട്. അന്ന് കുറേ പിന്നെ വാസിബ് കുറേ അല്ലൻ കൈ ഇതൻ, അത് വരലും ലി, ഇൻ, ലം, ലമ്മ, ലി, ല എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്നതൊക്കെ പിന്നെ ഫുള്ളായിരിക്കും. പക്ഷെ ഇത്ര മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നുള്ള ഈ ആൻസർ മുഴുവനും കിട്ടും. ഈ രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഈ വാക്കുകൾ ഫില്ല് ചെയ്ത് എഴുതാം. ഇൻ കേസ് നിങ്ങൾ എഴുതിയിട്ട് കുറച്ച് വാക്കുകൾ ബാക്കിയായി,
ഒന്ന് നമുക്ക് ഫീലാണോ ഇസ്മാണെന്ന് മനസ്സിലാണോ അത് അവിടെ പെൻഡിങ് കിടന്നോട്ടെ. മനസ്സിലായി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. ഈ മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 6 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ട്രിക്ക് മനസ്സിലാക്കിയിട്ട് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന് ആൻസർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.